ഞാൻ ഹോമിയോ ഡോക്ടർ ദാസ്. സുഹൃത്തുക്കളെ, ഇന്ന് അഡിനോയിഡിനെ കുറിച്ച് സംസാരിക്കാം. അഡിനോയിഡ് ലിംഫോയിഡ് ടിഷ്യൂസാണ്. ഈ ടിഷ്യൂസാണ് രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ സഹായിക്കുന്നത്. അഡിനോയിഡ് മൂക്കിൻ്റെ പുറകുവശത്ത് നേസോഫാരിങ്സ് എന്ന ഭാഗത്താണ് കാണുന്നത്. അഡിനോയിഡ് എല്ലാ കുട്ടികളിലും ഉണ്ടെങ്കിലും ചില കുട്ടികളിൽ ഈ അഡിനോയിഡ് വലുതാകുന്നു. ഈ അഡിനോയിഡിൻ്റെ വളർച്ച മൂലം മൂക്കിൽ കൂടി ശ്വസിക്കുവാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അടുപ്പിച്ചടുപ്പിച്ചുണ്ടാകുന്ന ജലദോഷം, മൂക്കടപ്പ് മൂലം വായിൽ കൂടി ശ്വസിക്കുക, വായിൽ കൂടി ശ്വസിക്കുന്നത് കൊണ്ട് പല്ലുകൾ പൊങ്ങി വരിക, ഉറക്കത്തിൽ കൂർക്കം വലിക്കുക, ഉറക്കത്തിൽ ശ്വാസം കിട്ടാതെ പെട്ടെന്ന് എഴുന്നേൽക്കുക എന്നിവയാണ് അഡിനോയിഡ് വീക്കം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ചെവിക്കും അഡിനോയിഡ് വീക്കം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അടുപ്പിച്ചടുപ്പിച്ചുണ്ടാകുന്ന ചെവി വേദന, കേൾവിക്കുറവ് എന്നിവയാണ് ചെവിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. കൂടുതൽ തണുപ്പുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക, കൂടുതൽ തണുപ്പുള്ള വെള്ളം കൊടുക്കാതിരിക്കുക, കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുക, കൂടുതൽ പൊടിയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകാതിരിക്കുക, ഇതൊക്കെയാണ് അഡിനോയിഡ് വീക്കമുള്ള കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ടത്. ഹോമിയോപ്പതിയിൽ അഡിനോയിഡ് വീക്കത്തിന് വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട്. ഒരു ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ അഡിനോയിഡ് വീക്കം വളരെ പെട്ടെന്ന് കുറക്കാവുന്നതാണ്. അഗ്രാഫിസും ബാരറ്റാകാർബുമാണ് രണ്ട് പ്രധാനപ്പെട്ട ഹോമിയോ മരുന്നുകൾ.